ഹലോ ഗായ്സ്, ഡേ 37 ആണ്. ഇന്ന് രണ്ട് വർക്കൗട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ. ഒന്ന് പുഷപ്പും ഒന്ന് ചിന്നപ്പും. വർക്കൗട്ടിന് മുമ്പ് തന്നെ ബോഡി കണ്ടീഷൻ ഇതാണ്. വർക്കൗട്ട് കഴിയുമ്പോൾ എന്താവും നോക്കാം. പുഷപ്പ് 500 കൗണ്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ചിന്നപ്പാണെങ്കിൽ 200 കൗണ്ടും. അങ്ങനെ ആദ്യത്തെ സെറ്റ് പുഷപ്പാണ് ചെയ്യുന്നത്. 100 പുഷപ്പാണ് ആദ്യത്തെ സെറ്റ് ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പുഷപ്പ് ചെയ്തിട്ട് കുറച്ച് നേരം തറയിൽ കിടന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ 100 പുഷപ്പ് ചെയ്ത് കുറച്ച് നേരം തറയിൽ കിടന്ന് റെസ്റ്റ് എടുത്തു. അതിനുശേഷം നേരെ പോയത് ചിന്നപ്പിലേക്കാണ്. ചിന്നപ്പ് 70 കൗണ്ടിൻ്റെ 3 സെറ്റാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 70 കൗണ്ടിൻ്റെ ഫസ്റ്റ് സെറ്റാണ് ചെയ്തത്. 70 കൗണ്ട് ഫസ്റ്റ് സെറ്റ് ചെയ്ത് ചിന്നപ്പിൻ്റെ ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും പുഷപ്പിലേക്ക് പോയി 50 കൗണ്ട് പുഷപ്പ് വീണ്ടും ചെയ്തു. അങ്ങനെ 150 പുഷപ്പും 70 കൗണ്ട് ചിന്നപ്പും കംപ്ലീറ്റ് ചെയ്തു. അടുത്ത സെക്ഷൻ ചിന്നപ്പിൻ്റേതായിരുന്നു. വീണ്ടും 70 കൗണ്ട് ചെയ്ത് ചിന്നപ്പിൻ്റെ 2 സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത സെക്ഷൻ പുഷപ്പിൻ്റേതായിരുന്നു. 150 പുഷപ്പാണ് ചെയ്തത്. 100 നോർമൽ പുഷപ്പ്, 50 നക്കിൾ പുഷപ്പും. ടോട്ടൽ 300 പുഷപ്പും 140 ചിന്നപ്പും കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റ് സെക്ഷൻ ചിന്നപ്പായിരുന്നു. ചിന്നപ്പ് 70 കൗണ്ട് ചെയ്ത് ചിന്നപ്പിൻ്റെ 3ാമത്തെ സെക്ഷനും കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് പോയത് ലാസ്റ്റ് സെക്ഷനായ പുഷപ്പിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. 200 പുഷപ്പാണ് ബാക്കിയുണ്ടായിരുന്നത്. അങ്ങനെ 200 പുഷപ്പും 100ൻ്റെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് 100 പുഷപ്പ് ഫസ്റ്റ് സെറ്റും 100 പുഷപ്പ് സെക്കൻഡ് സെറ്റുമായിട്ട് ചെയ്ത് പുഷപ്പിൻ്റെ സെക്ഷനും കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല ഹാർഡായിരുന്നു ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഉറ്റ സുഹൃത്ത് ഗൾഫിൽ നിന്ന് വന്നതാണ്. പ്രവീൺ എന്നാണ് പേര്. നമ്മളെ കാണാൻ വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ എടുത്ത വാര് ചോദിച്ചത് 1 മില്യൺ അടിക്കുമെന്നാണ് വീഡിയോ. അടിക്കുമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതായിരുന്നു വർക്കൗട്ട് കഴിഞ്ഞപ്പോൾ അവൻ്റെ ബോഡി കണ്ടീഷൻ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.